ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്ന സീരീസിന്റെ 38ാമത്തെ എപ്പിസോഡാണ്. ഇത് തന്നെയാണ് ലൈവ് ആക്ഷൻ സീരീസിൽ ഇറങ്ങിയിട്ടുള്ളതിൽ അവസാനത്തെ എപ്പിസോഡും. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇതിന് ശേഷം ചെയ്യാൻ പോകുന്ന സീരീസിനെ കുറിച്ചും മറ്റുള്ള ഡീറ്റെയിൽസും എക്സ്പ്ലനേഷന്റെ അവസാനം പറയുന്നതായിരിക്കും. ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് അവർ ഹേഷ്യൻ ഐലൻഡിൽ എത്തുന്നതാണ്. അവരെ ഗൈഡ് ചെയ്യുന്ന വ്യക്തി ഒരു തോട്ടത്തിന്റെ അടുത്തേക്കാണ് അവരെ എത്തിക്കുന്നത്. അതേപോലത്തെ 7 ടോട്ടമുകൾ ഉണ്ട്. അവർ ഇപ്പോൾ വന്നിരിക്കുന്ന തോട്ടത്തിന്റെ അടുത്ത് വെച്ചാണ് അവർക്ക് എന്തൊക്കെ ടെസ്റ്റുകളാണ് കൊടുക്കേണ്ടത്, അവർ യോഗ്യരാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ ടാങ്സാൻ അവന്റെ കണ്ണിന്റെ ശക്തി ഉപയോഗിച്ച് ആ സ്ഥലത്ത് എന്താണ് നടക്കുന്നതെന്ന് നോക്കുന്നു. എന്നാൽ അത് മനസ്സിലാക്കി അവിടെ ഉണ്ടായിരുന്ന ഗ്രാൻഡ് സോൾ മാസ്റ്റർ കണ്ണു തുറക്കുന്നു. ടാങ്സാനും അപ്പോൾ അവിടെ ഒരു ഗ്രാൻഡ് സോൾ മാസ്റ്റർ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. അവരെ ഗൈഡ് ചെയ്യുന്ന വ്യക്തിയാകട്ടെ ആ ഗ്രാൻഡ് സോൾ മാസ്റ്ററിനോട് എന്ന പോലെ ടെസ്റ്റിനു വേണ്ടി ലാൻഡ് സോൾ മാസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന കടല് കടന്നിട്ട് വേണം അവർക്ക് ആ തോട്ടത്തിന്റെ അടുത്തെത്താൻ. അതുകൊണ്ട് തന്നെ ആ ഗ്രാൻഡ് സോൾ മാസ്റ്റർ പറയുകയാണ്, ഈ ടെസ്റ്റിന് അവർ ക്വാളിഫൈഡ് ആകണമെങ്കിൽ കടല് കടന്ന് അവിടെ എത്തണം. അത് കേട്ട് കഴിയുമ്പോൾ ട്രയാങ്കിൾ ഷീൽഡിന്റെ സഹായത്തോടു കൂടിയാണ് കടല് കടന്ന് അവർ അവിടെ എത്താൻ ശ്രമിക്കുന്നത്. ആ ഗ്രാൻഡ് സോൾ മാസ്റ്റർ ആകട്ടെ അവരെ തടയാൻ വേണ്ടിയും അവരെ പരീക്ഷിക്കാൻ വേണ്ടിയും അയാളുടെ ശക്തി അവരുടെ നേരെ പ്രയോഗിക്കുന്നുണ്ട്. വലിയ തിരമാലകളും പ്രഷറും അതുവഴി ഉണ്ടാകുന്നു. എന്നാൽ ട്രയാങ്കിൾ ഷീൽഡിന്റെ സഹായത്തോടെ വിജയകരമായിട്ട് അവർ അവിടെ എത്തുന്നു. ട്രയാങ്കിൾ ഷീൽഡ് കണ്ടു കഴിയുമ്പോൾ തന്നെ ഓഷ്യൻ ഗോഡിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്ന ഗ്രാൻഡ് സോൾ മാസ്റ്ററിന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം അയാൾ അതിന്റെ അടുത്ത് വന്ന് തൊടാൻ ശ്രമിച്ചു. എന്നാൽ ട്രയാങ്കിൾ ഷീൽഡിന്റെ ശക്തി മൂലം ആ ഗ്രാൻഡ് സോൾ മാസ്റ്റർ പോലും തെറിച്ചു പോവുകയായിരുന്നു. പെട്ടെന്ന് അതിന്റെ മുമ്പിൽ അയാൾ കുമ്പിടുന്നു. അപ്പോഴേക്കും ടാങ്സാനും മറ്റുള്ളവരും അതിൽ നിന്ന് പുറത്തും വന്നിരുന്നു. അയാൾ എന്താണ് അങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്നതെന്നാണ് അപ്പോൾ അവർ ആലോചിക്കുന്നത്. ആ ഗ്രാൻഡ് സോൾ മാസ്റ്റർ ആകട്ടെ ഉടനെ തന്നെ എഴുന്നേറ്റ് കൊണ്ട് ആ ട്രയാങ്കിൾ ഷീൽഡ് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോ അതിനെ കുറിച്ചൊക്കെ ടാങ്സാൻ പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം ആ ഗ്രാൻഡ് സോൾ മാസ്റ്റർ പറയുകയാണ്, കടല് കടന്ന് നിങ്ങൾ ഇവിടെ എത്തിയെങ്കിൽ ഈ ടെസ്റ്റിന് നിങ്ങൾ യോഗ്യരാണ് എന്നാണ് അർത്ഥം. ടെസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിയമവശങ്ങളെ കുറിച്ചാണ് അയാൾ പറഞ്ഞു കൊടുക്കുന്നത്. ലെവലിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ടെസ്റ്റ് കിട്ടുക. ഏറ്റവും എളുപ്പമുള്ളത് വൈറ്റ് ടെസ്റ്റ് ആണ്. അതിനുശേഷം യെല്ലോ ടെസ്റ്റ്, പിന്നെ പർപ്പിൾ, ബ്ലാക്ക്, റെഡ്. അങ്ങനെ റെഡ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ട്. തോട്ടത്തിലുള്ള ലൈറ്റ് സ്ക്രീനിലായിരിക്കും അത് പ്രത്യക്ഷപ്പെടുന്നത്. പാർട്ടിസിപ്പൻസിനും എക്സാമിനറിനും മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. എക്സാമിനർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ തന്നെയാണ്. ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവിടെ കാണുന്ന തോട്ടമുള്ള സ്ഥലത്ത് കൈവെക്കണം. അയാൾ എല്ലാവരും റെഡിയാണോ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ വേണമെങ്കിൽ അവർക്ക് പിന്തിരിയാവുന്നതാണ്. എന്നാൽ എല്ലാവരും റെഡിയാണെന്ന് പറയുന്നു. അയാളുടെ ശക്തി ഉപയോഗിച്ച് അയാൾ അത് ലൈറ്റ് ചെയ്യുന്നു. ശേഷം ടാങ്സാനും എല്ലാവരും ഒരുമിച്ച് അവിടെ കൈവെക്കുകയാണ്. അല്പം കഴിയുമ്പോൾ തന്നെ എല്ലാവരും അവിടുന്ന് അപ്രത്യക്ഷമായിട്ട് ടെസ്റ്റ് നടക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുന്നു. വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് പോലെയുള്ള ഒരു സ്ഥലമാണത്. ആ ഗ്രാൻഡ് സോൾ മാസ്റ്ററും അവരുടെ കൂടെ അവിടെ എത്തുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ആ ഗ്രാൻഡ് സോൾ മാസ്റ്റർ പറയുകയാണ്, ദൈവത്തിന് അറിയാത്ത ഒന്നും തന്നെയില്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ടെസ്റ്റ് കിട്ടുക. ശേഷം ആദ്യം മുന്നോട്ട് വരുന്നത് മുബായി ആണ്. അപ്പോ മുബായിയുടെ മേൽ മാത്രം ഒരു പ്രത്യേക പ്രകാശം വരുന്നു. ഉടനെ തന്നെ ഒരു ശബ്ദം മുബായിയുടെ പേര് പറഞ്ഞുകൊണ്ട് മുബായിയുടെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നു. മുബായിയെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ്, വിശ്വസ്തത, ബ്രേവ്, ഇന്റലിജന്റ്, അങ്ങനെ കുറെ നല്ല കാര്യങ്ങളൊക്കെ മുബായിയെ കുറിച്ച് പറയുന്നു. അത് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്നുള്ള മുബായിയുടെ ഓരോ പ്രവൃത്തികളും കാണിക്കുന്നുണ്ട്. അവന്റെ സഹോദരനെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ധീരതയോടെ അവന് വേണ്ടി പോരാടിയതും ഷൂക്കിങ്ങിന്റെ സ്നേഹത്തിന് വേണ്ടി പോരാടിയതും ഷൂക്കിങ്ങിനോട് ചേർന്ന് നിന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. അവസാനം ബ്ലാക്ക് ടെസ്റ്റ് ആണ് മുബായിക്ക് കിട്ടുന്നത്. അതും 6 എണ്ണം ഉണ്ടായിരുന്നു. ആ ഗ്രാൻഡ് സോൾ മാസ്റ്റർ അത് കണ്ട് അത്ഭുതപ്പെടുകയാണ്. അയാൾക്കും ബ്ലാക്ക് ലെവലിന്റെ ടെസ്റ്റ് ആയിരുന്നുവെങ്കിലും 4 ടെസ്റ്റുകൾ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. മുബായിക്ക് ഇപ്പോ 6 എണ്ണം ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് ലെവൽ ടെസ്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ മാഹോങ്ജോണും മറ്റുള്ളവരും പറയുന്നു. ഗ്രാൻഡ് സോൾ മാസ്റ്റർ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ബ്ലാക്ക് ലെവൽ ടെസ്റ്റുകളിൽ വരുന്നത്. അതിന്റെ 6 ടെസ്റ്റുകളാണ് ഇപ്പോൾ മുബായിക്ക് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു സെഞ്ചുറി എടുത്ത് നോക്കുകയാണെങ്കിൽ വെറും 31 പേർക്ക് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ. അതിൽ 7 പേർ മാത്രമാണ് പാസ്സായതും. ആ 7 പേരാണ് ഇപ്പോഴുള്ള ടോട്ടമുകളുടെ ഗാർഡിയൻസ് ആയിട്ടുള്ളത്. ഞാനും അവരിൽ ഒരാളാണ്. അപ്പോൾ അതിൽ പാസ്സാവുകയാണെങ്കിൽ അയാളുടെ അത്രയും പവർഫുൾ ആയിരിക്കുമോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതിന് അത്യാവശ്യത്തിന് ടൈം പീരീഡ് ഒക്കെ ഉണ്ട്. പക്ഷേ അത്രമാത്രം അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. നിശ്ചിത കാലയളവിനുള്ളിൽ അതിൽ വിജയിച്ചില്ലെങ്കിൽ അടുത്ത ടെസ്റ്റ് അവർക്ക് കിട്ടുകയുമില്ല. അതായത് അവരതിൽ പരാജയപ്പെടും. ഭീകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ അവരുടെ നെറ്റിയിൽ ഇപ്പോൾ പതിഞ്ഞിരിക്കുന്ന മാർക്ക് മൂലം അവരുടെ തല പൊട്ടിത്തെറിച്ച് അവർ മരിക്കും. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നു. ആ ഗ്രാൻഡ് സോൾ മാസ്റ്റർ ആകട്ടെ ഇങ്ങനെ പറയുന്നു.
പറയുന്നു. മറ്റുള്ളവർക്കും ബ്ലാക്ക് കിട്ടുകയാണെങ്കിൽ അവർക്കും ഇതേ അവസ്ഥ തന്നെയായിരിക്കും. അതുകൊണ്ട് ആർക്കെങ്കിലും പിന്തിരിയണമെങ്കിൽ ഇപ്പോഴേ പിന്തിരിയാം, മുബായിക്ക് ഒഴികെ. എന്നാൽ അവരാരും പിന്തിരിയാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല ആ ഗ്രാൻഡ് സോൾ മാസ്റ്ററിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്. അയാൾക്ക് 18ാമത്തെ വയസ്സിൽ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെയാണ് ബ്ലാക്ക് ലെവൽ ടെസ്റ്റ് കിട്ടിയത്. മുബായി വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അയാളുടെ ലെവൽ അപ്പോൾ അവനിലും താഴെയായിരുന്നു. പക്ഷേ ഓഷ്യൻ ഗോഡ് അയാൾക്ക് 10 വർഷത്തെ കാലാവധി കൊടുത്തിരുന്നു. നീണ്ട കാലയളവ് ആയതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. എന്നിട്ട് പോലും അയാൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. എങ്കിലും ധൈര്യപൂർവ്വം അതൊക്കെ നേരിടാനാണ് അവർ തീരുമാനിക്കുന്നത്. ഇതിലും ഡിഫിക്കൽട്ട് ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് അവർ ഇങ്ങോട്ട് വന്നത്. അത് മാത്രമല്ല ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇനിയും അതേപോലത്തെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന വിശ്വാസം അവർക്കുണ്ട്. അതിനുശേഷം ഷൂക്കിംഗ് ആണ് മുന്നോട്ട് വരുന്നത്. ഷൂക്കിങ്ങിന്റെയും ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നു. ഷൂക്കിങ്ങിനും അവസാനം ബ്ലാക്ക് ലെവൽ ടെസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ മുബായിയേക്കാളും ഒരു ടെസ്റ്റ് കുറവായിരുന്നു ഷൂക്കിങ്ങിന് കിട്ടിയത്. ബ്ലാക്ക് ലെവലിലുള്ള 5 ടെസ്റ്റ് ആയിരുന്നു ഷൂക്കിങ്ങിന് കിട്ടിയത്. അതിനുശേഷം ഓസ്കാർ മുന്നോട്ട് വരുന്നു. ഓസ്കാറിന്റെയും ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. റോങ്ങിന് വേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നല്ലോ. റോങ് ആകാൻ വേണ്ടി നോർത്തിൽ പോയി അവൻ അത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ഫുഡ് ബ്രാഞ്ച് സോൾ മാസ്റ്റർ ആയിട്ട് പോലും തളരാതെ കഠിന പ്രയത്നം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നേടിയതിനെ കുറിച്ചാണ് ആ സ്വരം പറയുന്നത്. അതിനുശേഷം ഓസ്കാറിനും അവസാനം കിട്ടുന്നത് ബ്ലാക്ക് ലെവൽ ടെസ്റ്റ് തന്നെയാണ്. മുബായിയുടെ അതേ ടെസ്റ്റ് തന്നെയാണ് അവന് കിട്ടുന്നത്. ബ്ലാക്ക് ലെവലിലുള്ള 6 ടെസ്റ്റുകൾ. അതെല്ലാം കണ്ട് ആ ഗ്രാൻഡ് സോൾ മാസ്റ്റർ ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. ഒരു ദിവസം തന്നെ ഇപ്പോൾ 3 ബ്ലാക്ക് ലെവൽ ടെസ്റ്റ് ആയി. ഗ്രാൻഡ് സോൾ മാസ്റ്റർ അവന്റെ സന്തോഷം കണ്ടു കഴിയുമ്പോൾ നീ ഇത്രമാത്രം സന്തോഷിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു. കാരണം മുബായിയുടെ അത്രയും തന്നെ ഡിഫിക്കൽട്ടി അവനും ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. എന്നാൽ ഓസ്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് മുബായിയുടെ അത്രയും വലിയ ടെസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് അർത്ഥം. എന്റെ കഴിവ് എന്താണെന്ന് ഗോഡ് ഓഫ് ഓഷ്യൻ അറിയാം. അതിനുശേഷം മുന്നോട്ട് വരുന്നത് മാഹോങ്ജുൺ ആണ്. മാഹോങ്ജുണിന്റെയും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. വീക്ക് ആയിട്ടുള്ളവരെ സഹായിച്ചു, നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചു, അങ്ങനെയൊക്കെയാണ് മാഹോങ്ജുണിനെ കുറിച്ച് പറയുന്നത്. അവസാനം മാഹോങ്ജുണിനും ബ്ലാക്ക് ലെവലിലുള്ള ടെസ്റ്റ് തന്നെ കിട്ടുന്നു. മുബായിയെയും ഓസ്കാറിനെയും പോലെ തന്നെ ബ്ലാക്ക് ലെവലിലുള്ള 6 ടെസ്റ്റുകളാണ് അവനും കിട്ടുന്നത്. അത് കണ്ട് ഉടനെ തന്നെ ബായ്ചെങ് മുന്നോട്ട് വരുന്നു. എന്നാൽ ബായ്ചെങ്ങിനോട് ആ ശബ്ദം പറയുകയാണ്, ഇത് കുട്ടിക്കളിയല്ല, ഇപ്പോഴും നിനക്ക് തിരികെ പോകാനുള്ള സമയമുണ്ട്. സേഫ് ആയിട്ട് നിന്നെ ഞാൻ തിരികെ എത്തിക്കാം. എന്നാൽ തിരികെ പോകാൻ ബായ്ചെങ് തയ്യാറാകുന്നില്ല. കൂട്ടുകാർക്ക് അവളിലുള്ള വിശ്വാസം കാക്കണമെന്ന് അവൾ പറയുന്നു. ഇത്രയും വരെയും വന്ന സ്ഥിതിക്ക് എന്തായാലും പിന്മാറുന്നില്ല എന്ന് അവൾ പറയുന്നു. അവൾ ഉറച്ച തീരുമാനത്തിലാണ്. നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവൾക്കും ടെസ്റ്റ് കൊടുക്കാൻ തയ്യാറാകുന്നു. ബായ്ചെങ്ങിന്റെയും കുറെ നല്ല കാര്യങ്ങൾ അവിടെ തെളിഞ്ഞു വരുന്നു. പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യെല്ലോ ലെവലിലുള്ള ടെസ്റ്റ് ആണ് അവൾക്ക് കിട്ടുന്നത്. അതും വെറും ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് കണ്ടു കഴിയുമ്പോൾ ആ ഗ്രാൻഡ് സോൾ മാസ്റ്റർ പറയുകയാണ്, ഈ ലെവലിലുള്ള ടെസ്റ്റ് ഇവിടെ സാധാരണമാണ്. അത് കണ്ടു കഴിയുമ്പോൾ ബായ്ചെങ്ങിന് അല്പം വിഷമമാകുന്നുണ്ട്. അവൾക്ക് അത്രയും സ്ട്രെങ്ത് ഉള്ളൂ എന്ന് ഗോഡ് ഓഫ് ഓഷ്യൻ കരുതിയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും ആ ടെസ്റ്റ് കിട്ടിയതെന്നാണ് അവൾ കരുതുന്നത്. മാഹോങ്ജുൺ ആണ് അപ്പോൾ അവളെ ആശ്വസിപ്പിക്കുന്നത്. ദൈവത്തിന് പോലും നിന്നെ വിധിക്കാനാകില്ല. നിന്നെ വിധിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഗ്രാൻഡ് സോൾ മാസ്റ്റർ പറയുകയാണ്, അതിനെ നിസ്സാരമായിട്ട് കാണേണ്ട. ഈ ടെസ്റ്റ് അത്രയ്ക്ക് എളുപ്പമുള്ളതൊന്നുമല്ല. അപ്പോ താൻ അതിന് പ്രിപ്പയർഡ് ആണെന്ന് ബായ്ചെങ് പറയുന്നു. അതിനുശേഷം മാഹോങ്ജുണിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, നിന്നോട് പരാജയപ്പെട്ടതിന് ശേഷം എങ്ങനെ നിന്നെക്കാളും സ്ട്രോങ് ആകാം എന്നതിനെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. എന്റെ സ്ട്രെങ്ത് അത്രമാത്രം ഉള്ളൂ എന്ന് അംഗീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ഇന്ന് എനിക്ക് നിന്റെ കൂടെ വീണ്ടും ഫൈറ്റ് ചെയ്യണം. പക്ഷെ അത് നിന്നെ തോൽപ്പിക്കാനല്ല, എത്രമാത്രം ഞാൻ ഇംപ്രൂവ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ മാഹോങ്ജുൺ അതിന് തയ്യാറാകുന്നില്ല. അപ്പോ ആ ഗ്രാൻഡ് സോൾ മാസ്റ്റർ പറയുകയാണ്, അവളുടെ ടെസ്റ്റ് അത് തന്നെയാണ്. 1 മണിക്കൂർ നേരത്തേക്ക് നിന്റെ അറ്റാക്ക് ചേർത്ത് നിൽക്കണം. അത് കേട്ട് കഴിയുമ്പോൾ അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ മാഹോങ്ജുൺ അതിന് തയ്യാറാകുന്നു. പക്ഷെ ഇവിടെ ഫേക്ക് ഒന്നും കാണിക്കാൻ പാടില്ല. മുഴുവൻ ശക്തിയും പുറത്തെടുക്കണം. അവൾക്ക് ദോഷം വരാതിരിക്കാൻ സത്യസന്ധമായിട്ട് മാഹോങ്ജുൺ അവന്റെ മുഴുവൻ ശക്തിയും ബായ്ചെങ്ങിന്റെ നേരെ പ്രയോഗിക്കുന്നുണ്ട്. ഇടയ്ക്ക് ആ അറ്റാക്ക് മൂലം അവൾ വീഴാനും പോകുന്നു. അത് കണ്ട് മാഹോങ്ജുൺ ഒന്ന് ആകുലപ്പെട്ടുവെങ്കിലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ വിശ്വസിച്ച് വീണ്ടും മാഹോങ്ജുൺ അത് തുടർന്നു. അവസാനം ബായ്ചെങ് അതിൽ വിജയിക്കുക തന്നെ ചെയ്തു. പക്ഷെ അപ്പോഴേക്കും ബായ്ചെങ് തളർന്നു വീണിരുന്നു. തളർന്നു വീഴുന്ന അവളെ ഓടിച്ചെന്ന് പിടിക്കുന്നത് മാഹോങ്ജുൺ ആണ്. അതിനുശേഷം അവളെ ഒരുപാട്
പ്രശംസിക്കുന്നു. ഇനി ഒരിക്കലും നീ നിന്നെ തന്നെ താഴ്ത്തി കെട്ടരുതെന്ന് മാ ഹുങ്ജുൻ പറയുന്നു. ബായിച്ചങ് ആകട്ടെ അവളെയും അവരെ പോലെ തന്നെ ഈക്വൽ ആയിട്ട് കണക്കാക്കുന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതിനുശേഷം അടുത്തത് റോങ് റോങ്ങിന്റെ ഊഴമായിരുന്നു. റോങ് റോങ് വരുമ്പോൾ തന്നെ ഒരുപാട് വിനയത്തോടെ ഓഷ്യൻ ഗോഡിനോട് പ്രാർത്ഥിക്കുന്നത് അവൾക്കും മറ്റുള്ളവരെ പോലെ തന്നെ ബ്ലാക്ക് ലെവലിലുള്ള 6 ടെസ്റ്റ് കിട്ടണമേ എന്നാണ്. അത് കണ്ട് തൊട്ടടുത്തുള്ള ഗ്രാൻഡ് സോൾ മാസ്റ്റർ ചോദിക്കുന്നുണ്ട്, നീ ക്യൂബർ ആംബർ പഗോഡ സെക്റ്റിൽ നിന്നുള്ളതാണ്, സപ്പോർട്ട് ബ്രാഞ്ച് സോൾ മാസ്റ്റർ ആണ്, ഇത്രയൊക്കെ ആഗ്രഹിക്കുന്നത് അതിമോഹമല്ലേ? അത് കേട്ട് കഴിയുമ്പോൾ റോങ് റോങ്ങിന് അല്പം വിഷമമാകുന്നുണ്ടെങ്കിലും അതിന് ഉത്തരം പറയുന്നില്ല. ശേഷം അവളും അതിലൂടെ കടന്നു പോവുകയാണ്. റോങ് റോങ്ങും ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ കാണിക്കുന്നു. അവസാനം റോങ് റോങ്ങിന് കിട്ടുന്നതാകട്ടെ ഏറ്റവും ടോപ്പിലുള്ള റെഡ് ലെവൽ ആയിരുന്നു. ഓസ്കാർ ഹാർഡ് വർക്ക് ചെയ്തതുപോലെ തന്നെ റോങ് റോങ്ങിന്റെ ഹാർഡ് വർക്കും അവളുടെ സെക്റ്റിലുള്ളവർക്ക് അപകടം പറ്റിയ സമയത്ത് അവരെ ശുശ്രൂഷിച്ചതും ഓസ്കാറിനെ നല്ലവണ്ണം സ്നേഹിച്ചതും അവന് വേണ്ടി കാത്തിരുന്നതും ഒക്കെയും കാണിക്കുന്നുണ്ട്. ഈ അവസരത്തിലാണ് അവിടെയുള്ള ഹെഡ് ഫ്ലാമിനെ കാണിക്കുന്നത്. എൽഡേഴ്സ് ഹാളിന്റെ ഹെഡ് ഫ്ലാമിനൊക്കെ നേരിട്ടത് ഇവരെയാണ്. ഇവരുടെ പിൻഗാമിയാണ് റോങ് റോങ് ആകാൻ പോകുന്നത്. റോങ് റോങ്ങിന് ആ ലെവലിലുള്ള ടെസ്റ്റ് കിട്ടിയെന്ന് അവർക്കും മനസ്സിലാകുന്നുണ്ട്. അവർക്കും സന്തോഷമാകുന്നു. എന്നാൽ റോങ് റോങ്ങിന്റെ കൂട്ടുകാർക്കും അവിടെയുള്ള ഗ്രാൻഡ് സോൾ മാസ്റ്ററിനും എല്ലാം അത് കണ്ട് ശരിക്കും അതിശയമാകുന്നുണ്ട്. അവിടെയുള്ള ഗ്രാൻഡ് സോൾ മാസ്റ്ററിനോട് റോങ് റോങ് അതിനെ പറ്റിയൊക്കെ ചോദിക്കുന്നു. ഇത് ബ്ലാക്ക് ലെവലിന് മുകളിലുള്ള ടെസ്റ്റ് അല്ലേ എന്ന്. ഗ്രാൻഡ് സോൾ മാസ്റ്റർ ആകട്ടെ അതിനുശേഷം വലിയ ബഹുമാനത്തോടുകൂടിയാണ് റോങ് റോങ്ങിനോട് സംസാരിക്കുന്നത്. ഇനി അവിടെയുള്ള എല്ലാം അവൾക്ക് ഫ്രീ ആയിരിക്കും എന്ന് പറയുന്നു. അവളുടെ എക്സാമിനർ ആകാൻ സാധിച്ചത് തന്നെ ഒരു ഭാഗ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൂടാതെ റെഡ് കളർ ലെവലിലുള്ള ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്നും അയാൾ പറയുന്നുണ്ട്. അതായത് കഴിഞ്ഞ ഹെഡ് ഫ്ലാമൻ ആയിരുന്നു റെഡ് ലെവലിലുള്ള 7 ടെസ്റ്റ് കിട്ടിയത്. റെഡ് ലെവലിലുള്ള 7 ടെസ്റ്റ് ആണ് എന്ന് ഓർക്കണം. റോങ് റോങ് അതിൽ വിജയിക്കുകയാണെങ്കിൽ റോങ് റോങ് ആയിരിക്കും അവിടുത്തെ അടുത്ത ഹെഡ് ഫ്ലാമൻ ആകാൻ പോകുന്നത്. അയാൾ റോങ് റോങ്ങിന് ആശംസകൾ നേരുന്നു. ടാങ്സൺ അപ്പോൾ ഇത് ബ്ലാക്ക് ലെവൽ ടെസ്റ്റിനേലും ബുദ്ധിമുട്ടായിരിക്കുമോ എന്ന് ചോദിക്കുന്നു. അതിന് അയാൾ ഉറപ്പ് പറയുന്നില്ല. കാരണം ഈ ലെവൽ ടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ മിക്കവാറും അവർ വിജയിക്കും. അവരുടെ കഴിവ് മനസ്സിലാക്കി തന്നെയായിരിക്കും ഈ ടെസ്റ്റ് കിട്ടുക. അതിനുശേഷം ടാങ്സാനും വൂവുമാണ് മുന്നോട്ട് വരുന്നത്. എന്നാൽ അവർ രണ്ടുപേരും മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മറ്റുള്ളവരെല്ലാവരും അവിടുന്ന് അപ്രത്യക്ഷമായി. ഒരു പ്രത്യേകതരം ശക്തിയായിരുന്നു അവരെ അപ്രത്യക്ഷമാക്കിയത്. പുറത്തെത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവർക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് അവർ ആകുലപ്പെടുന്നു. എന്നാൽ ഗ്രാൻഡ് സോൾ മാസ്റ്റർ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. കുറച്ചു കഴിയുമ്പോൾ അവർ വരുമെന്ന് പറയുന്നു. എങ്കിലും വ്യക്തമായിട്ടുള്ള കാരണം അയാൾക്ക് പോലും മനസ്സിലാകുന്നില്ല. എന്നാൽ അയാളുടെ ആശ്വാസ വാക്കുകളൊന്നും അവരെ തണുപ്പിച്ചില്ല. ഓഷ്യൻ ഗോഡ് വന്നാൽ പോലും ടാങ്സാനെയും ബൂവിനെയും രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. എന്നാൽ ഉടനെ തന്നെ അവിടെ ആകെ പ്രകാശിക്കുകയാണ്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുകയാണ്. ഉടനെ തന്നെ ടാങ്സാനും ബൂവും അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ടാങ്സാനെയും ബൂവിനെയും കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടെ കൂട്ടുകാർ അവന്റെ അടുത്തേക്ക് ഓടി വരുന്നു. അടുത്തതും റെഡ് ലെവലിലുള്ള ടെസ്റ്റ് തന്നെ ആയിരിക്കുമോ എന്നാണ് ഗ്രാൻഡ് സോൾ മാസ്റ്റർ അപ്പോൾ ആലോചിക്കുന്നത്. അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും അവിടെ ചുവപ്പ് നിറത്തിലുള്ള ഒരു പ്രകാശം ഉണ്ടാവുകയും അത് ടാങ്സാന്റെയും ബൂവിന്റെയും ശരീരത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ശേഷം ബൂവിന് ആദ്യം റെഡ് ലെവലിലുള്ള ഒരു ടെസ്റ്റ് കിട്ടുന്നു. റെഡ് ലെവലിലുള്ള 1 ടെസ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതും ടാങ്സാനെ അവന്റെ ടെസ്റ്റുകൾ പാസ് ആവാൻ സഹായിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ടാങ്സാൻ ഒരുപാട് സന്തോഷമാകുന്നു. വൂവിനോട് പറയുകയാണ്, ഇനി നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാം. വൂവിനും ഒരുപാട് സന്തോഷമാകുന്നു. സ്പിരിറ്റ് സീലുള്ള വൂവും അത് തന്നെയാണ് പറയുന്നത്. വീണ്ടും അവർക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാമെന്ന്. അതിനുശേഷം ടാങ്സാൻ ആയിരുന്നു കിട്ടിയത്. എന്നാൽ ടാങ്സാന് കിട്ടിയത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിമ്പൽ ആയിരുന്നു. കാരണം അതിന്റെ കളർ പോലും ഗോൾഡൻ കളർ ആയിരുന്നു. ടാങ്സാനും അത് തന്നെയാണ് ഗ്രാൻഡ് സോൾ മാസ്റ്ററിനോട് ചോദിക്കുന്നത്. ആ ഗ്രാൻഡ് സോൾ മാസ്റ്റർ ആകട്ടെ തന്റെ കൺമുമ്പിൽ നടക്കുന്നു ഒന്നും വിശ്വസിക്കാനാകാതെ സ്വയം നുള്ളി നോക്കുന്നു. ടാങ്സാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല, റെഡ് ലെവലിലുള്ള ടെസ്റ്റ് അല്ലേ ഏറ്റവും ടോപ്പിലുള്ളത്. ഈ ഗോൾഡൻ കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് മാത്രമല്ല വൂവിന് എന്തുകൊണ്ടാണ് റെഡ് ലെവലിലുള്ള 1 ടെസ്റ്റ് കിട്ടിയത്? ഉടനെ തന്നെ ഹെഡ് ഫ്ലാമന്റെ ശബ്ദം പറയുകയാണ്, അയാളോട് കൂടുതലായിട്ടൊന്നും ചോദിക്കേണ്ട, അയാൾക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. ഹേഷ്യൻ ഐലൻഡ് ഉണ്ടായതിനു ശേഷം ആർക്കും ഇതേപോലെ ഒരു ടെസ്റ്റ് കിട്ടിയിട്ടില്ല. നീ കടന്നു പോകാൻ പോകുന്നത് ഗോഡ് ഓഫ് ഓഷ്യന്റെ 9 ടെസ്റ്റുകളിലൂടെയാണ്. ടോപ്പ് ലെവലിലുള്ള 9 ടെസ്റ്റുകളിലൂടെയല്ല. അതിനുശേഷം ഹെഡ് ഫ്ലാമൻ തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഹെഡ് ഫ്ലാമൻ ടാങ്സാന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, 100 വർഷത്തിലധികമായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അവസാനം നീ ഇവിടെ എത്തിയിരിക്കുന്നു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ ടാങ്സൺ അവന്റെ കൂട്ടുകാരെ നോക്കുകയാണ്. ഹെഡ് ഫ്ലാമൻ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ശക്തി ഉപയോഗിച്ച് ടാങ്സാന്റെ മാർഷൽ സോളുകൾ പുറത്തെടുക്കുന്നു. ഹോത്തിയൻ ഹാമർ കണ്ടു കഴിയുമ്പോൾ അവർ പറയുകയാണ്, നീ ഹോത്തിയൻ സെക്റ്റിൽ നിന്നുള്ളതാണോ? ടാങ്ചൻ നിന്റെ ആരാണ്? അതെന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണെന്ന് ടാങ്സാൻ പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ ഹെഡ് ഫ്ലാമൻ അല്പം ഇമോഷണൽ ആകുന്നുണ്ട്. എന്നാൽ വലിയ രീതിയിലൊന്നും അത് പുറത്തു കാണിക്കുന്നില്ല. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫൈറ്റ് മാത്രമല്ല അന്ന് അവിടെ നടന്നത്. ആനിമേഷനിൽ ഇതിനെല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരമുണ്ട്. അതിനുശേഷം ഹെഡ് ഫ്ലാമൻ പറയുകയാണ്, എന്ത് വേഗത്തിലാണ് സമയം പോകുന്നത്.
കേൾക്കുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരുന്നത് താങ്ചനിന്റെ കൊച്ചുമോനെ ആയിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. താങ്സാനും കൂടുതലായിട്ട് ചോദിക്കാൻ നിന്നില്ല. താങ്ചനും എൽഡേഴ്സ് ഹാളിന്റെ ഇപ്പോഴത്തെ ഫ്ലാമനും ഇവരുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്ന് അവൻ കേട്ടിട്ടുണ്ട്. താങ്സാന്റെ അങ്കിള് തന്നെയാണ് അക്കാര്യം പറഞ്ഞത്. അതിനുശേഷം അവർ പറയുകയാണ്, ഇനി നീ ഹേഷ്യൻ ഐലൻഡിൽ ആരെയും വണങ്ങേണ്ട ആവശ്യമില്ല, ഈ എന്നെ പോലും. അതിനുശേഷം അവിടുത്തെ വലിയ ആളുകളായിട്ടാണ് ടാങ്സാനെയും കൂട്ടുകാരെയും കണക്കാക്കുന്നത്. അവർക്ക് ആവശ്യമുള്ളത് എന്തും തന്നെ ഉടനെ എത്തിച്ചു കൊടുക്കണം. ആ ഉത്തരവ് ഉടനെ തന്നെ പുറപ്പെടുവിക്കാൻ ഗ്രാൻഡ് സോൾ മാസ്റ്ററിനോട് ഹെഡ് ഫ്ലാമൻ ആവശ്യപ്പെടുന്നു. ശേഷം ടാങ്സാനോട് ഗോഡ് ഓഫ് വോഷിന്റെ ടെസ്റ്റിൽ നീ വിജയിക്കുമെന്ന് കരുതുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ടാങ്സാൻ അപ്പോൾ പറയുകയാണ്, ഞാൻ ആ ടെസ്റ്റിൽ പരാജയപ്പെടുകയാണെങ്കിലോ, ഈ ടെസ്റ്റ് ആദ്യമായിട്ടാണല്ലോ ഒരാൾക്ക് കിട്ടുന്നത്. എന്നാൽ ഹെഡ് ഫ്ലാമൻ പറയുകയാണ്, നീ അതിൽ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. നീ അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഈ ഹേഷ്യൻ ഐലൻഡ് തന്നെ ഇല്ലാതാകും. മരണത്തെക്കാളും മോശകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ നടക്കുക. ശേഷം ഹെഡ് ഫ്ലാമൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. ഹെഡ് ഫ്ലാമന്റെ പിൻഗാമിയായിട്ടുള്ള റോങ്ങിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പിന്നെ കാണിക്കുന്നത് ബിബി ഡോങ്ങിന്റെ മകളെയാണ്. ഏഞ്ചലിന്റെ ടെസ്റ്റ് കിട്ടാതിരിക്കുമ്പോൾ അവളുടെ ഗ്രാൻഡ് ഫാദർ അവിടെ എത്തിയിട്ട് പറയുകയാണ്, ഏഞ്ചലിന്റെ ടെസ്റ്റ് കിട്ടിയില്ല എന്നോർത്ത് നീ നിരാശപ്പെടേണ്ട. നീ ആഗ്രഹിച്ചത് പൂർത്തീകരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. അത് കേട്ട് കഴിയുമ്പോൾ ദേഷ്യത്തോടെ എഴുന്നേൽക്കുന്ന ബിബി ഡോങ് പറയുകയാണ്, എന്റെ പ്രാർത്ഥന കേൾക്കാത്ത ദൈവങ്ങളെ കൊണ്ട് ഒരു ഉപകാരവുമില്ല. എന്തിനാണ് ദൈവം എന്ന് പറഞ്ഞ് നിങ്ങളെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ശക്തി അതിന്റെ നേരെ പ്രയോഗിക്കുന്നു. വാൾ ഉപയോഗിച്ചുകൊണ്ടാണ് അറ്റാക്ക് നടത്തുന്നത്. അവളുടെ ഗ്രാൻഡ് ഫാദറിന് അത് തടയാനായില്ല. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. വലിയൊരു പ്രകാശം അവിടെ ഉണ്ടാവുകയാണ്. ഒരു ശബ്ദം അതിനുശേഷം പറയുകയാണ്, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ടെസ്റ്റ് നടത്തേണ്ടത്. നീ ഈ ടെസ്റ്റിന് റെഡിയാണോ? നിന്റെ മനസ്സ് ശാന്തമാണോ? അവളുടെ ഒരുപാട് ഓർമ്മകളും അതിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നു. ബിബി ഡോങ് അവളോട് ചെയ്ത കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ കാണിക്കുന്നത്. ബിബി ഡോങ് അവളെ ഒരു കരുവായിട്ട് മാത്രമേ കണക്കാക്കിയിരുന്നുള്ളൂ. അതിന്റെ പേരിൽ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടതും തിയാൻതുവോ സാമ്രാജ്യത്തിലേക്ക് ചെറുപ്പത്തിലെ തന്നെ പോയതും ഒക്കെ കാണിക്കുന്നു. ആ ശബ്ദം അതിനുശേഷം പറയുകയാണ്, പൂർത്തിയാകാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ നിനക്കുണ്ട്, പക്ഷേ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് തന്നെ ഓർത്തിരിക്കരുത്. എന്നാൽ ബിബി ഡോങ്ങിന്റെ മകൾ പറയുകയാണ്, വിട്ടുകളയാനോ? ആ വെറുപ്പാണ് എന്നെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നത്. എന്നാൽ ആ ശബ്ദം പറയുകയാണ്, നിനക്കൊരിക്കലും സ്നേഹിക്കപ്പെടാനാകില്ല, പക്ഷേ നിന്റെ ഉള്ളിലുള്ള ശക്തി ഉണ്ടല്ലോ, അതിന് എല്ലാ ഭയങ്ങളെയും നിന്റെ ഉള്ളിലുള്ള എല്ലാ വികാരങ്ങളെയും അടിച്ചമർത്താനാകും. നിനക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാകും. ശേഷം ആ പ്രകാശം അപ്രത്യക്ഷമാകുന്നു. അതിനുശേഷം ടാങ്സാന് കിട്ടിയതുപോലെയുള്ള 9 ടെസ്റ്റുകളാണ് അവൾക്ക് കിട്ടുന്നത്. അതായത് അവളും ഇപ്പോൾ ഒരു ഗോഡ് ആകാൻ പോകുന്നതിന്റെ ടെസ്റ്റിലാണ്. ഇപ്പോ 3 ആളുകളാണ് ഗോഡ് ആകാൻ പോകുന്നത്. ബിബി ഡോങ്, ബിബി ഡോങ്ങിന്റെ മകൾ ടാങ്സാൻ. ആനിമേഷനിൽ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് കണ്ട് ശരിക്കും അവളുടെ ഗ്രാൻഡ് ഫാദർ അത്ഭുതപ്പെടുന്നുണ്ട്. അയാൾക്ക് പോലും ഇതിലും ലോ ലെവലുള്ള ടെസ്റ്റാണ് കിട്ടിയത്. കൾട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിബി ഡോങ് ഇതെല്ലാം മനസ്സിലാക്കുന്നതായിട്ട് കാണിക്കുന്നു. ബിബി ഡോങ് ദേഷ്യത്തോടെ പറയുകയാണ്, നിങ്ങളുടെ മകനാണ് എന്നെ നശിപ്പിച്ചത്. എന്റെ സർവനാശങ്ങൾക്കും കാരണം അവനാണ്. ഹെഡ് ഫ്ലാമിനോട് എന്ന പോലെയാണ് ബിബി ഡോങ് പറയുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഒരു ഗോഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൽഡേഴ്സ് ഹാളും ഏഞ്ചൽസ് ഫൗണ്ടേഷനും എല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്ന് പറയുന്നു. ഹെഡ് ഫ്ലാമൻ ഇതേ സമയം ബിബി ഡോങ്ങിന്റെ മകളോട് പറയുകയാണ്, വർഷങ്ങളായിട്ട് ഞങ്ങൾ കാത്തിരുന്നത് ഇതായിരുന്നു. നീ ആയിരിക്കും മാർഷൽ സോൾ ഹാളിന്റെ അടുത്ത ചീഫ്. ഇനി മുതൽ ഈ ടെസ്റ്റുകൾ പാസ്സാവുന്നതാണ് നിന്റെ ലക്ഷ്യം. ഫുൾ സപ്പോർട്ടോട് കൂടി തന്നെ കൂടെ ഞാൻ ഉണ്ടാകും. ഇത് നീ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആരും നിനക്ക് എതിരാളിയായിട്ടുണ്ടാകില്ല. ടാങ്സാനെയും കൂട്ടുകാരെയും നോക്കുകയാണെങ്കിൽ അവർ അവരുടെ ഫസ്റ്റ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു. ഹേഷ്യൻ ഐലൻഡിന്റെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു ഐലൻഡിലായിരുന്നു ആദ്യത്തെ ടെസ്റ്റ് നടക്കുന്നത്. അവരെ ഗൈഡ് ചെയ്യുന്ന വ്യക്തി ദൂരെ നിന്നുകൊണ്ടാണ് ആ സ്ഥലം കാണിച്ചു കൊടുക്കുന്നത്. 1001 സ്റ്റെപ്പുകളുള്ള ഒരു സ്ഥലമാണത്. പർപ്പിൾ ലെവൽ ടെസ്റ്റിന് മുകളിലുള്ളവർക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാനാവുകയുള്ളൂ. മാഹോങ്ജുൺ അപ്പോൾ ആകുലപ്പെടുന്നത് ബായ്ചെങ്ങിനെ കുറിച്ച് ഓർത്താണ്. ബായ്ചെങ്ങിന് മാത്രം അങ്ങോട്ട് പോകാനാകില്ല. എന്നാൽ നേരത്തെ മാഹോങ്ജുണിന്റെ വാക്കുകളിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ട് ബായ്ചെങ് പറയുകയാണ്, ഇല്ല, ഞാനും നിങ്ങളുടെ കൂടെ വരും. ദൈവത്തിന് പോലും എന്നെ വിധിക്കാനാകില്ല. ടാങ്സാനും മറ്റുള്ള കൂട്ടുകാരും അത് സമ്മതിക്കുന്നു. നമുക്ക് പോവാന്നത്രയും പോകാമെന്ന് പറയുന്നു. ടാങ്സാൻ അപ്പോൾ ഓർക്കുന്നത് അവന് കിട്ടിയ ടെസ്റ്റിന്റെ സമയമായിരുന്നു. എല്ലാവരും പുറത്താക്കപ്പെട്ട സമയത്ത് ആ തോട്ടത്തിന്റെ ഉള്ളിൽ അവനും വൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആരോടും അവൻ പറഞ്ഞിരുന്നില്ല. അതാണ് ഇതേ സമയം അവൻ ഓർക്കുന്നത്. അന്ന് ആ ശബ്ദം അവനോട് ചോദിച്ചത്, എന്തിനാണ് നീ ഹേഷ്യൻ ഐലൻഡിലേക്ക് വന്നതെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, എന്റെ കൂട്ടുകാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, മാർഷൽ സോൾ ഹാളിന്റെ ദുഷ്ടതകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, സോൾ ബീസ്റ്റുകളും മനുഷ്യരും തമ്മിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി, മനുഷ്യരുടെ ഇടയിൽ സമാധാനവും സുരക്ഷിതത്വവും ഐക്യവും ഉണ്ടാക്കുന്നതിന് വേണ്ടി, അങ്ങനെ കുറെ കാര്യങ്ങളായിരുന്നു ടാങ്സാൻ അന്ന് പറഞ്ഞത്. ടാങ്സാൻ ഇത് പറയുന്ന സമയത്ത് തന്നെ മാർഷൽ സോൾ ഹാൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ക്രൂരതകൾ കാണിക്കുന്നുണ്ട്. ഹുലീനയും ടീമും കൂടി ഹാൻഹെയിലും പർപ്പിൾ പേൾ ഓർഗനൈസേഷനിലും ചെയ്തു കൂട്ടുന്ന ദുഷ്ടതകളാണ് ഇതേ സമയം
കാണിക്കുന്നത്. അവരുടെ പ്രവൃത്തികൾ മൂലം ഒരുപാട് ആളുകൾ മരിച്ചു വീണ് കിടക്കുന്നതായിട്ട് കാണിക്കുന്നു. എങ്ങനെയോ പർപ്പിൾ പേൾ മാസ്റ്ററും ജീഷിയാങ്ങും എല്ലാം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ മരിച്ചു കിടക്കുന്ന അവരുടെ ആളുകളെ കണ്ടുകൊണ്ട് അവർ പൊട്ടിക്കരയുകയാണ്. ഷിയൂണും ഹുലീനയും ഒക്കെ അവിടെ വിലസി നടക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹുലീന അതിനുശേഷം ഹേഷ്യൻ ഐലൻഡിനെ നോക്കിയാണ് നിൽക്കുന്നത്. അവളുടെ ദുഷ്ടതയെ സൂചിപ്പിക്കുന്ന രീതിയിൽ അവളുടെ കത്തിയിൽ നിന്ന് ഇപ്പോഴും ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പാങ്സൻ ആകട്ടെ കൂട്ടുകാരോട് പറയുകയാണ്, ഈ ടെസ്റ്റ് അത്രയ്ക്ക് എളുപ്പമുള്ളതായിരിക്കില്ല. മുബായ് പറയുകയാണ്, അതിന് നമ്മൾ എളുപ്പമുള്ളത് ഒന്നും ചെയ്യാറില്ലല്ലോ, എപ്പോഴും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വഴികൾ മാത്രമല്ലേ നമ്മൾ തെരഞ്ഞെടുക്കാറുള്ളൂ. റോങ്ങും മറ്റുള്ളവരും അത് തന്നെയാണ് പറയുന്നത്. എങ്കിൽ ശരി, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും അങ്ങോട്ട് പോകുന്നതായി കാണിക്കുന്നതോടെ ഈ എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. എപ്പിസോഡ് മാത്രമല്ല, ഈ സീസൺ തന്നെ ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ സീസണിന്റെ പോലെ തന്നെ ഈ സീസണും കംപ്ലീറ്റ് ആക്കാതെയാണ് അവർ അവസാനിപ്പിച്ചിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് അടക്കാനാകാതെ ഞാൻ ആനിമേഷൻ മുഴുവനായിട്ടും കണ്ടു. എനിക്ക് ലൈവ് ആക്ഷനിലും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ആനിമേഷൻ ആണ്. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവനും സോൾ ലാൻഡും ഒക്കെ എനിക്ക് ഈക്വൽ ആയിട്ടാണ് ഇഷ്ടമെന്നാണ്. എന്നാൽ ആനിമേഷൻ കണ്ടതിന് ശേഷം അത് ശരിക്കും മാറി. എനിക്ക് അല്പം കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ദ ലാൻഡ് ഓഫ് വാരിയേഴ്സിനോടാണ്. ആനിമേഷനിൽ ദ ലാൻഡ് ഓഫ് വാരിയേഴ്സ് എന്നല്ല അതിന്റെ പേര്, സോൾ ലാൻഡ് എന്നാണ് അതിന്റെ പേര്. പക്ഷേ ബാറ്റിൽ ത്രൂ ദ ഹെവൻസിന്റെ ആനിമേഷൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ബാറ്റിൽ ത്രൂ ദ ഹെവൻ ലൈവ് ആക്ഷന്റെ ഫസ്റ്റ് സീസൺ വളരെ വ്യത്യസ്തമായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. യഥാർത്ഥ കഥയിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും ആനിമേഷനിലും അടിപൊളിയായിട്ടാണ് ലൈവ് ആക്ഷനിൽ ചെയ്തു വെച്ചത്. പക്ഷേ സെക്കൻഡ് സീസണിലേക്ക് വന്നപ്പോഴാണ് അവർ വളരെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവന്റെ രണ്ടാമത്തെ സീസൺ ആയിരിക്കും. പലർക്കും കാത്തിരുന്ന് ബോറടിക്കുന്നത് കൊണ്ട് തന്നെ ഒരാഴ്ച 6 വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. അതിനുശേഷം അടുത്ത ആഴ്ച വീഡിയോസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. പിന്നെ വീണ്ടും അടുത്ത ആഴ്ചയിലേക്ക് വരുമ്പോൾ വീണ്ടും 6 വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കാത്തിരിക്കുന്നതിന്റെ ബോറടി കുറയ്ക്കാനാകും. അതുകൂടാതെ ദ ലാൻഡ് ഓഫ് വാരിയേഴ്സിന്റെ ആനിമേഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ കമന്റ് ചെയ്താൽ മതി. കൂടാതെ വെബ്സൈറ്റിലും വോട്ട് ചെയ്താൽ മതി. കൂടുതൽ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ ഗുഡ് ബൈ.